ഹലോ ഫ്രണ്ട്സ്, ക്യൂബ കർമ്മയുടെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നിഫ്റ്റി എക്സ്പയറി ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ്. അതായത് പുതിയതായിട്ട് നിഫ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എക്സ്പയറി ഡേയില് നിഫ്റ്റി എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും, അതിൽ ഇന്നത്തെ ദിവസത്തെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് തരാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്, അതായത് മാർക്കറ്റിൽ 10-12 കൊല്ലമായിട്ട് ഉണ്ട്. അതിൽ തന്നെ 7-8 കൊല്ലമായിട്ട് ഞാൻ ഫുൾ ആക്റ്റീവ് ആണ്. അതിൽ തന്നെ നിഫ്റ്റിയിലാണ് 80% ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് കഴിവുകളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. അല്ലാതെ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് കാണിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അതിൽ നമ്മൾ ചെയ്യണത്. നമ്മൾ എന്താ ചെയ്യുക, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതായത് നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ സെബിയുടെ 7% ഉൾപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ആ 7% അപ്പുറമായിട്ട് നമുക്കൊരു 10%യിലേക്കെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിനെ എത്തിക്കണം. അതായത് ഞാൻ പറഞ്ഞ മലയാളികളായിട്ടുള്ള നമ്മുടെ ആൾക്കാരനെ എത്തിക്കണം. പുതിയതായി വന്ന ഒരു അറിവില്ലാണ്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച നിങ്ങൾ നിഫ്റ്റി അനലൈസിങ്ങും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രൈക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബുധനും വ്യാഴവും സെൻസെക്സും, വെള്ളിയാഴ്ച സ്റ്റഡി പർപ്പസ്. അതുകൂടാണ്ട് നമ്മൾ സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ അംജദ് നമ്മുടെ ബ്രോ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പൊ ഈ അറിവുകളും കാര്യങ്ങളൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കോ. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്, വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരിക്കും. നിങ്ങൾ കുറെ നിങ്ങളുടേതായ കുറച്ച് പ്ലാനിങ്ങും സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒക്കെ മാർക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിക്ക് അത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തോ, നിങ്ങൾ കമന്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ അറിയിച്ചോളൂ. അതുപോലെ തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിൽ ഉണ്ടാവുന്ന ഫോൾട്ടുകൾ ഡൗട്ടുകൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ കമന്റ് ചെയ്ത് അറിയിച്ചോളൂ. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ ഇന്നത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിലല്ല, എക്സ്പയറിയുടെ അന്ന് നിഫ്റ്റിയുടെ മൊമെന്റും കാര്യങ്ങളും എങ്ങനെ ചെയ്യാന്നുള്ളതും സ്റ്റോപ്പ് ലോസിനൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, പൊസിഷൻ സൈസിങ് എങ്ങനെ നോക്കാം, എങ്ങനെ ഒരു 1 lakh ക്യാപിറ്റൽ കൊണ്ട് ഒരു 10,000 അല്ലെങ്കിൽ 7,000 എന്നുള്ള റേഞ്ചിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഈ വീഡിയോ കണ്ടു കിട്ടും. മുഴുവനായിട്ടും വീഡിയോ കണ്ടോളൂ. ഓക്കെ, നമ്മളൊരു 0 to ഹീറോ ട്രേഡിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്ര വെയിറ്റ് ചെയ്തു. നമ്മൾ 24 റേഞ്ചിൽ വീണ്ടും നമ്മള് എൻട്രി ചെയ്തിട്ടുണ്ട്. നമ്മള് എടുത്തുള്ളത് 950 CN ആണ്. വീണ്ടും നമ്മള് ഓർഡർ എന്നുള്ളത് 260 ക്വാണ്ടിറ്റി 23 രൂപയൊക്കെയാണ് നമ്മൾ വീണ്ടും എടുത്തുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര റൈഡ് ചെയ്യും, 0 to ഹീറോ പ്രോബബിലിറ്റി ഉണ്ടോ, കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ചെക്കിങ് കൂടി കാണിച്ചു തരാൻ വെച്ചിട്ടാണ് എടുത്തുള്ളത് കേട്ടോ. നമ്മൾ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മന്ത്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഒന്ന് റിവീൽ ചെയ്യാന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസങ്ങളിൽ ലോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് റിവീൽ ചെയ്യുമ്പോൾ മനസ്സിലാകും. നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh ആണ്. 1 lakh ക്യാപിറ്റലിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, എങ്ങനെ അതുകൊണ്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതും അതിൽ ലോസ് വരും എന്നുള്ളതും എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് ആണ് നമ്മളിതിൽ ഡിസ്കഷൻ ചെയ്യണത് കേട്ടാ. പിന്നെ എങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നല്ല എൻട്രികൾ നമുക്ക് കണ്ടുപിടിക്കാം, അതൊക്കെയാണ് മാർക്കറ്റിൽ നമ്മൾ നോക്കണത് കേട്ടാ. പിന്നെ ഈ ടൈം ഡേക്ക് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണത്, ഓപ്ഷൻ ഗ്രീക്സ് എങ്ങനെ വർക്ക് ചെയ്യണത്, ഇൻട്രൻസിക് വാല്യൂവിന്റെ എഫക്റ്റ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സിസ്റ്റങ്ങൾ ചെയ്യണത് കേട്ടാ. ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. അപ്പൊ അതിനെ അപ്രോച്ച് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡിന് എടുക്കണത്. ഇനി അങ്ങനെ ചെയ്താലും ചില സമയങ്ങളിൽ നമുക്കും ഫ്ലോപ്പ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് വരാറുണ്ട് കേട്ടാ. നമ്മളിപ്പോ ഇതില് മാർക്കറ്റിന്റെ മൂവ്മെന്റും നല്ല സ്പീഡിൽ കിട്ടുന്ന വെച്ചെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂട്ടാ. ആദ്യത്തെ ഒരു എന്താ കഴിഞ്ഞാല് ഇന്ന് ഇപ്പോ സൃഷ്ടിച്ച ഹൈയില്ലേ 24,000, അവിടേക്ക് തന്നെ മാർക്കറ്റ് പോകുന്നുള്ളൊരു പോസിബിലിറ്റിയാണ് മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഒറ്റ സ്റ്റെപ്പിന് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ കഴിഞ്ഞാൽ അതിൽ സ്കാപ്പിംഗ് മോഡ് സെറ്റ് ചെയ്തിട്ട് സ്കാപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ 130 ക്വാണ്ടിറ്റി കൊടുക്കൂട്ടാ. എന്നിട്ട് കൊടുത്ത് അങ്ങനെ അപ്രോച്ച് ചെയ്താൽ മാത്രം മാർക്കറ്റ് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അതല്ല സഡൻ മൂവ്മെന്റ് ഒക്കെ വെച്ചാൽ നമുക്ക് ലക്കില് നല്ല പ്രോഫിറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കി നോക്കാം നമുക്ക്. നമ്മള് ഒരു 65 ക്വാണ്ടിറ്റി കൊടുത്തു. കാരണം ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അങ്ങോട്ട് കിട്ടുന്നില്ല. മൊമെന്റം ശരിയാവോ എന്നുള്ള വാച്ചിങ്ങിലാണ് നമ്മള്. ഇനി കുറെ ബ്രേക്ക് ചെയ്യാനുള്ള ഏരിയകളുണ്ട്.
ആദ്യം 38 റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് കണ്ട കാരണമാണ് നമ്മൾ ഒരു 61 കൊടുത്തത്. ഇനി നമ്മൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഓപ്ഷൻ ഗ്രീക്സിന്റെ ഗാമ എഫക്റ്റ് ഒക്കെ വരാന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് സ്പെയറിൽ പെട്ടെന്ന് 24,000 മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ 950 80 രൂപ റേഞ്ചും ഒക്കെ സിമ്പിൾ 60 രൂപ 70 രൂപയ്ക്ക് എത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24,030 ആയി കഴിഞ്ഞാൽ 80-നെ സസ്റ്റെയിൻ ചെയ്യും. പിന്നെ 100 വേണമെങ്കിൽ കടത്താനുള്ള ഓപ്ഷനൊക്കെ ഇതിനുണ്ട്. അതായത് ഇന്ന് ഉണ്ടായ ഈ 90 എന്നുള്ളതും ഇന്നലത്തെ ഉള്ള 125 വരെ നമുക്ക് ആദ്യത്തെ രീതിയിലൊരു പ്രോബബിലിറ്റി മാർക്കറ്റിലുണ്ട്. അതാണ് ഹീറോ ടു സീറോ ട്രേഡിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടാണ്. അത് അറ്റ ടൈമിൽ കിട്ടില്ല. ഇപ്പൊ ഇവിടുന്ന് എടുത്തു, നമ്മൾ ഇവിടെ വിറ്റു, നമ്മൾ 80 റേഞ്ചിലൊക്കെ വിറ്റു, 60-70 റേഞ്ചിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ നിർത്തി. അതിനുശേഷം നമ്മൾ ഇപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ നമ്മൾ 1-2 എൻട്രി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ സ്റ്റോപ്പ് ലോസ് ആയി. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരാൾക്കാരുടെ എല്ലാവരുടെയും ഒരു സ്റ്റോപ്പ് ലോസിന്റെ ഏരിയ ഉണ്ട്, ലിക്വിഡിറ്റി ഏരിയ. അതായത് ആൾക്കാർ മാക്സിമം കാത്തിക്കണത് രണ്ടാമത് എടുത്തവര് ആ ഏരിയ എന്നാണ് നമ്മൾ ഇപ്പൊ എടുത്തുള്ളത്. അത് റൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. നമുക്ക് മാക്സിമം വന്നാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്തുള്ളൂ. അപ്പൊ നമ്മൾ ഹാഫ് നമ്മൾ എപ്പോഴും പ്രോഫിറ്റിൽ സെല് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അതോ വന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് കണ്ടു ചെയ്താലും നമ്മൾ ഈ എടുത്ത ജോലിക്കുള്ള ഒരു റിട്ടേൺ കിട്ടും നമുക്ക്. അതിനാണ് ഹാഫ് നമ്മൾ സെല് ചെയ്തിട്ട് നമ്മൾ നിൽക്കണത് കേട്ടാ. നമുക്ക് അങ്ങനെ 100% ഒന്നും മാർക്കറ്റിനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. മാർക്കറ്റിന്റെ ഒരു മൊമെന്റം വെച്ച് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് 24,030-24 ആ റേഞ്ചിൽ നിന്ന് ഒരൊറ്റ സ്റ്റെപ്പിന് 23,900-ലേക്കും അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിന് 23,830-40 റേഞ്ചിലേക്കും പോവുക ചെയ്ത്. അതേ രീതിയിൽ മാർക്കറ്റ് ഓപ്പോസിറ്റ് വരും എന്നുള്ള ഒരു ബിഹേവിയർ ആണ് നമ്മൾ നോക്കണത് കേട്ടാ. മാർക്കറ്റ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാം. അതൊരു പ്രോബബിലിറ്റി പറയണത് കേട്ടാ. അപ്പൊ 830 ഇപ്പൊ 930 24,000 വന്നു. ഇപ്പൊ 930 എന്നുള്ള റേഞ്ച് നിന്നിട്ട് 24,030 വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സിനാരിയോ നടക്കുള്ളൂ കേട്ടോ. അപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് 100% ഉറപ്പൊന്നുമില്ല. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം 950 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 0 ആണ്. കാരണം 940 റേഞ്ചിലെ മാർക്കറ്റ് നിൽക്കണത്. മാർക്കറ്റ് 24,000 മുകളിൽ നിന്നാൽ മാത്രമാണ് നമുക്ക് ഈ 50 രൂപ റേഞ്ചിലേക്കെങ്കിലും ഇത് എത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ 30 രൂപയും ഇതിന്റെ 0 പോസിബിലിറ്റിയാണ്. അപ്പൊ അത് കാരണം നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഓപ്ഷൻ ഗ്രീക്സിനെ കുറിച്ച് അറിയാണ്ട് വെറുതെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന കണ്ടിട്ട് മാത്രം നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് റിസ്ക് ഉണ്ടായിരിക്കും. അത് സ്പൈക്കൊക്കെ എടുക്കാൻ അറിയണവർക്ക് മാത്രം അത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തവര് കണ്ണും പൂട്ടി ചെയ്യണവർക്ക് ചില ദിവസങ്ങളിൽ പ്രോഫിറ്റ് കിട്ടും, ചില ദിവസങ്ങളിൽ ലോസ് ആവണതിന്റെ ഒരു റീസൺ ഇതാണെന്ന് ഒന്ന് മനസ്സിലാക്കി തരണം കേട്ടാ. നമുക്ക് ഒരിക്കലും മാർക്കറ്റിന് 100% എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പൊസിഷനെ ആവറേജ് ചെയ്ത് പൊസിഷൻ സൈസ് ചെയ്ത് പ്രോഫിറ്റിനെയൊക്കെ സെറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് മാക്സിമം റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. റിസ്ക് ഫ്രീ റൈഡ് ചെയ്യാൻ പറയണ കേട്ടാ. അല്ലാതെ ലോട്ടറി അടിക്കുന്നല്ല പറയണത്. ലോട്ടറി അടിക്കുന്ന ഒരുപാട് ട്രേഡേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. ഒരു ദിവസം ലോട്ടറി അടിക്കും, 5 ദിവസം ലോട്ടറി അടിക്കില്ല. അപ്പോൾ ആ പൈസയൊക്കെ പോകും, വീണ്ടും ഡെസ്പ് ആവും. ചില ദിവസങ്ങളിൽ ഭയങ്കര ലോസും വരും, അതോടുകൂടി ഡെസ്പായി പോകും. അതൊക്കെ അങ്ങനത്തെ കുറെ തലങ്ങൾ കഴിഞ്ഞു വന്നുള്ളതാണ് നമ്മളിനിപ്പോ ഇത് ചെയ്യണതിന്റെ ഇടയിലും ചില ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം റിസ്ക് എടുക്കണം 30,000 രൂപയ്ക്കാണ് നമ്മൾ ഒരു 1 ലാഖിന്റെ ചെയ്യണമെങ്കിലും മാക്സിമം റിസ്ക് എടുക്കാൻ 30,000 രൂപയ്ക്കാണ്. ചിലപ്പോൾ നമുക്ക് 30,000 രൂപ ലോസ് വന്ന ദിവസങ്ങളും ഇപ്പൊ ഈ ഒരു മാസത്തിനുള്ളിൽ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ റിവീൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്താ നമ്മുടെ ഭാഗത്തായാലും ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ച നമുക്ക് ലോസ് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 400 പോയിന്റാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഡൗൺ അടിച്ചത്. അപ്പൊ അതിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യണ്ടല്ല, സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യും. അതിനുശേഷം രണ്ടാമത്തെ ഒരു പൊസിഷൻ വരുമ്പോ 24,030 നിന്നായിരുന്നു മാർക്കറ്റ്. നമ്മൾ 24,930 വരുമ്പോൾ നമ്മൾ വീണ്ടും അവസരം വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അപ്പോഴും നമ്മൾ ഒരു 10-20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിക്കും. നമ്മുടെ എൻട്രി വരുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും. പിന്നെ സൈക്കോളജിക്കൽ എന്താ വെച്ചാൽ ലോസ് വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ എത്ര നല്ല ട്രേഡർ ആയാലും ഇടയ്ക്ക് ഉണ്ടാവും. അപ്പൊ ഇടയ്ക്ക് ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞ 30 ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ സൈക്കോളജിക്കലി ഞാനും ബുദ്ധിമുട്ടിൽ വരാറൊക്കെ ഉണ്ട്. അതായത് ഉള്ള സത്യങ്ങൾ പറയണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ സൂപ്പർ നാച്ചുറൽ പവർ ഒന്നും അല്ല. നമ്മളും പഠിച്ച് നമ്മൾ മാക്സിമം നോക്കി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എറർ ഉണ്ടാവും എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ നമ്മൾ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണുള്ളൂ. നമുക്ക് 100% ഷുവർട്ടി ഇല്ല. അപ്പൊ നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിട്ട് നോക്കും, അതുപോലെ തന്നെ ഹാഫ് ക്വാണ്ടിറ്റി കൊടുത്തിട്ട് നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുകയാണ്. ഇന്നത്തെ പ്രോഫിറ്റിനെ കുറിച്ച് കാണിച്ചു തരാനല്ല നമ്മൾ ഇത് ഇടുന്നത്, ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കി തരാനാണ് ഇടുന്നത്. നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലാഖ് ആണ്. അത് വെച്ചിട്ടുള്ള മൂവ്മെന്റുകളാണ് ഇപ്പൊ ഇത് നടക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് തിരിച്ചു കയറാൻ ട്രൈ ചെയ്യും. അപ്പൊ ഈ 200 EMA
കവർ ചെയ്യണം, ഇതിന് മുകളിലേക്ക് കയറി നിൽക്കണം. അതൊരൊറ്റ സ്റ്റെപ്പിലല്ല, കയറി നിൽക്കണം. കയറി നിന്നതിന് ശേഷം ഇവിടേക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കും 971 വരെ. അങ്ങനെ ട്രൈ ചെയ്ത് 3 മണി 3:15 ആകുമ്പോഴേക്കും മാർക്കറ്റ് 24,000 വീണ്ടും മാർക്ക് ചെയ്ത് പോസിറ്റീവ് ട്രെൻഡ് തരുമോ എന്നുള്ളതാണ് നമ്മളിപ്പോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നില്ലാച്ചെങ്കിലും നമുക്ക് അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. തന്നു കഴിഞ്ഞാൽ മാക്സിമം റൈഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. അങ്ങനെയായിരിക്കണം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് കേട്ടാ. അല്ലാച്ചെങ്കിൽ നമുക്ക് റിസ്ക് വരും. കാരണം ഈ ആൾക്കാർ ഓവറായിട്ട് ഇതിനെ എക്സ്പെക്ട് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂവ്മെന്റ് നടക്കില്ല. അപ്പൊ അതിനൊക്കെ ഹണ്ടിങ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഈ മൂവ്മെന്റ് തന്നത് ഒരു ഫേക്ക് കടന്നു. അപ്പൊ ആ ഫേക്ക് ആയത് ആരും അക്സെപ്റ്റ് ചെയ്യാണ്ട് വീണ്ടും ഒരുപാട് എൻട്രി എടുത്തപ്പോ അവരിനൊക്കെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഒപ്പം ടൈമിലേക്ക് കൂടി വന്നു. അപ്പോ അറിയാലോ, വാല്യൂ കുറഞ്ഞു വരും. അതായത് ഓരോ സ്ട്രൈക്കിന്റെയും വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. ഇതൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇത് 950 സി ഒക്കെ 50 രൂപ 60 രൂപ റേഞ്ച് ഉണ്ടാകുന്നത് ഇപ്പൊ 32 എന്നുള്ള റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന്റെ വാല്യൂ കുറയാണ്. കാരണം എന്താ വെച്ചാൽ എക്സ്പയറിക്ക് സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്, 3:15 ആവാറായി. അപ്പോ ഡി കെ വരും, ടൈം ഡി കെ വരും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. ഈ സിസ്റ്റം മനസ്സിലാക്കാണ്ട് മാർക്കറ്റിന്റെ ചാർട്ട് മാത്രം നോക്കിയിട്ട് എടുക്കുന്നവരുണ്ട്. അത് നോക്കിയിട്ട് എക്സ്പയറി ഡേയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിസ്ക് വരും. ചാർട്ടിന്റെ മൂവ്മെന്റ് നോക്കുമ്പോ എന്താ, ചാർട്ട് ഹാഫ് വരെ വന്നിട്ടുണ്ട്, നോക്കുമ്പോ എന്താ 950 വരെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന ഇപ്പോഴും മാർക്കറ്റിന് ഉണ്ടായിരുന്ന വില എന്ന് പറയുന്നത് 30 രൂപയാണ്. ഇത് 950ന്റെ സീര വില. ഈ റേഞ്ചിൽ പോയപ്പോഴും 30. കാരണം 10 മണിയാകുമ്പോ ഈ റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അവസാനിക്കാൻ എത്ര 5 മണിക്കൂർ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ റേഞ്ചിൽ നിന്നിട്ടും എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ 30 രൂപ തന്നെ? കാരണം മാർക്കറ്റ് അവസാനിക്കാൻ ആകെ വരണത് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാക്സിമം ഉള്ളൂ. അപ്പൊ 5 മണിക്കൂറുള്ളത് 2 മണിക്കൂറുള്ള വ്യത്യാസം. അതാണ് ഈ ടൈം ഡി കെ എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ ആ സമയത്ത് നല്ല മൊമെന്റ് ഉണ്ടായി കഴിഞ്ഞാലോ ഇത് കയറും ചെയ്യും. അതല്ല, സ്ലോവിലെ മൊമെന്റ് വെച്ചെങ്കിൽ ഇത് സെല്ലിംഗുകാർക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സിനാരിയ. അതിലിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ 950 സീറോയ്ക്കുള്ള പ്രോബബിലിറ്റി ഇങ്ങനെ കൂടി വരികയാണ്. സ്റ്റക്കായി നിന്നാലും മതി. പക്ഷെ അത് വെച്ചിട്ട് കോൾ ഓപ്ഷന് നമുക്ക് ചാൻസ് കുറവാണ്. കോൾ ഓപ്ഷന് ഒരു ഗാമ എഫക്ട് ഉണ്ടാവണം. അപ്പോ അതിന് എക്സിറ്റ് ആയിട്ട് മാറുക. ചില സമയത്ത് ചിലപ്പോ നമ്മൾ വിചാരിക്കാണ്ട് മാർക്കറ്റ് 24,000 കടന്ന് 24,030 പോയി കഴിഞ്ഞാൽ 80 രൂപയാവും. അപ്പൊ 50 പോയിന്റ് കിട്ടും. അതും നമുക്ക് ഒരിക്കലും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അതിന് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി, അതിന് വലിയ ബിഗ് പ്ലെയേഴ്സ് പ്ലാൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് നോക്കി, പിന്നെ അടുത്ത മൂവ്മെന്റും, അതായത് നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഫാക്ടർ നോക്കി അതിന്റെ എല്ലാം OI നോക്കിയിട്ടാണ് അതിന്റെ അപ്രോച്ച് വരുന്നത്. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ടഫ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുക, നമ്മുടെ ടാർഗറ്റിനെ ഫിക്സ് ചെയ്യുക. നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിനെ കളയാതെ അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കുക. അതൊക്കെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രേഡർ ആകുമ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യമായിട്ടാണ്. ഇതൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണത്. നോക്കി വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ അത് മൊമെന്റം കണ്ടില്ലേ, ഇത്ര അതിന് വലിയ മൊമെന്റം തരുന്നില്ല. അത് വെച്ചിട്ട് നമുക്ക് അധികം ബാക്കിലേക്കും പോണില്ല. നമുക്ക് ഏകദേശം ഒരു 10,000 രൂപ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് കട്ടാക്കിയിട്ട് ഇറങ്ങും. അപ്പൊ ഇതാണ് നമ്മളിപ്പോ ഒരു അപ്രോച്ച് ചെയ്തിട്ട് നോക്കണത് കേട്ടാ. നമുക്ക് നോക്കി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. വിചാരിച്ച പോലെ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് മൂവ്മെന്റ് നടക്കണില്ല. ചിലപ്പോ ഇനി 2 മണിക്ക് ശേഷം ഒരു മൂവ്മെന്റും വരാനുള്ള പോസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഒന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യണം കേട്ടാ. നമ്മള് റേഞ്ച് നോക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്യാൻ പോണ്. ബാക്കി മാർക്കറ്റിനെ വാച്ച് ചെയ്യാം നമുക്ക്. നമ്മള് നമ്മുടെ ഇന്നത്തെ ഇത് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്തുട്ടാണ്. അതായത് ഇന്നത്തെ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൾ ഓപ്ഷന് അധികം ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സിനാരിയോ കേട്ടാ. അത് മാത്രമല്ല, ഓവർ ബോട്ടം വരണം. ഓവറായിട്ട് കോൾ ഓപ്ഷനിലേക്ക് എല്ലാവരും അട്രാക്ഷൻ ആയിട്ട് വരണം. അതിന്റെ ഒരു പ്രോബ്ലം മാർക്കറ്റിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ പുഷായി മുകളിൽ കയറുന്നു വിചാരിച്ചിട്ട് ഓവറായിട്ട് കോൾ ഓപ്ഷനിൽ മാത്രം ബൈയിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ നല്ല രീതിയിൽ സെല്ലിങ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിയാക്ഷൻ മാർക്കറ്റിൽ കാണാണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ള പ്രോഫിറ്റും ഉള്ള ക്യാപിറ്റലൊക്കെ അവർ കൊണ്ടുപോകും. അപ്പൊ ഈ മൊമെന്റം കിട്ടിയപ്പോ നമ്മൾ ഫസ്റ്റത്തെ 24,000 ടച്ച് ചെയ്തപ്പോ നമ്മൾ ആദ്യത്തെ പ്രോഫിറ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ ട്രൈ ചെയ്തപ്പോ 12,000 വരെ പോയി തടന്നു. അതിനുശേഷം ട്രൈ ചെയ്തപ്പോ നമുക്ക് ഒരു 9,000 എന്നുള്ള റേഞ്ചിൽ അവസാനിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ എൻട്രി എടുത്തിട്ട് 12,000 എന്നുള്ള റേഞ്ചിലേക്ക് എത്തിച്ചു.
അതിനുശേഷം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഈ റേഞ്ചിൽ വന്നില്ലേ 23,900 താഴെ വന്നപ്പോ നമ്മളൊന്ന് എടുത്തു നോക്കി. പക്ഷെ അത് സ്റ്റോപ്പ് ലോസ് കണ്ടായപ്പോ നമുക്ക് ഇത്തിരി ലോസ് വന്നു. പക്ഷെ ഇത് നമ്മുടെ ഈ മെയിൻ സപ്പോർട്ട് ഏരിയ കാരണം കൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കണ്ടതിന് ശേഷം നമ്മൾ നിഫ്റ്റിനെ അപ്രോച്ച് ചെയ്തില്ല. നിഫ്റ്റി ഇനി എക്സ്പയറി അല്ലേ, അപ്പോൾ നമ്മൾ സെൻസസിനെ അപ്രോച്ച് ചെയ്തു. സെൻസസിൽ നമ്മൾ ഒരു എൻട്രി എടുത്തു. എന്നിട്ട് നമ്മൾ ആ ലോസിനെ ഒന്ന് കവർ ചെയ്തിട്ട് 10,000 എന്നുള്ള റേഞ്ചിൽ നമ്മൾ എൻഡ് ചെയ്തു. അതായത് നമ്മൾ ഇന്ന് 950 കോൾ ഓപ്ഷനിൽ 14,716 അതുപോലെ തന്നെ 24,000 കോൾ ഓപ്ഷനിൽ 474 എന്നുള്ള റേഞ്ചും നമ്മളിന്ന് അച്ചീവ് ചെയ്തു. പക്ഷെ 900 സീല് നമുക്ക് ഏകദേശം ഒരു 7,000 രൂപ എന്നുള്ള രീതിയിൽ ലോസ് വന്നു. അപ്പോ മാർക്കറ്റിന്റെ ബിഹേവിയർ അങ്ങനെയായിരുന്നു. അത് കാരണം റിസ്കി ബിഹേവിയർ ആയ കാരണം നമ്മൾ അതിനെ ക്ലോസ് ചെയ്തു. അതായത് മൊമെന്റം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത പോലെ രീതിയിലാണ്. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു എൻട്രി മിസ്സിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് അവര് എടുത്തുകൊണ്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കൊരു നല്ല പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് അതിന്റെ ഒരു തിയറി ഇട്ടാ. അപ്പൊ 10,000 എന്നുള്ളത് 1 lakh ക്യാപിറ്റൽ കൊണ്ട് ചെയ്യുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ആണ്. അതുപോലെ നമുക്ക് ലോസ് വരുന്ന ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. നമ്മളിപ്പോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒക്കെ നാളെ റിവീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് വാച്ച് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു എക്സ്പയറി ഡേ എന്ന് അപ്രോച്ച് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് പറയാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടാ. അതായത് ഇന്ന് നമ്മൾ ഉണ്ടാക്കി പ്രോഫിറ്റ് കാണിച്ചു തരാനല്ല, മാർക്കറ്റിന്റെ ബിഹേവിയർ എങ്ങനെയാണ് ഓപ്ഷൻ ഗേറ്റ്സ് വർക്ക് ചെയ്യണത്, അതിലെങ്ങനെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ആവണം, അത് കഴിഞ്ഞ് വീണ്ടും എങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ ക്യാപിറ്റലിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനാണ് നമ്മൾ ഇന്ന് മാർക്കറ്റില് ഈ വീഡിയോ ചെയ്യണത് കേട്ടാ. ഇപ്പോൾ പുട്ട് ഓപ്ഷന്റെ കണ്ടില്ലേ, 950 പുട്ട് ഓപ്ഷൻ 13 രൂപ അതിന് ശേഷം 120 രൂപയാണ് ആയത് കണ്ട. ആകെ 10 മിനിറ്റിനുള്ളിലാണ് ഈ പ്രതിഭാസം ഉണ്ടായത്. അപ്പോൾ ഇത് സെല്ല് ചെയ്യാതിരിക്കുന്നവർക്കുള്ള ഒരു വലിയ ട്രാപ്പാ. സെല്ലിംഗുകാർ ഞാൻ പറഞ്ഞില്ലേ, ഓവറായിട്ട് സെല്ലിംഗുകാർ 950 24,000 വന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. അപ്പൊ അവരുടെ ഫണ്ട് നല്ല രീതിയിൽ വലിയ ടീമുകൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ട്രാപ്പിലൊന്നും പെടാണ്ട് നോക്കുക. അതുപോലെ തന്നെ കണ്ടില്ലേ 950 സി, പിന്നെ നമ്മൾ ഇത് കയറുന്ന കണ്ടിട്ട് ആഗ്രഹം പിടിച്ചിരുന്നു വിചാരിക്കുക, നമ്മളുടെ ട്രാപ്പായി പോകും. അപ്പൊ ഇതിൽ ഒരുപാട് വശങ്ങൾ പഠിക്കാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനും കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും ക്യൂബ് അക്കാദമിനെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈവ് സെക്ഷൻ തിങ്കൾ ചൊവ്വ നിഫ്റ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ബുധൻ വ്യാഴം സെൻസസ് ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച നമ്മൾ സ്റ്റഡി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യും. അതിന്റെ ഇടയിൽ നമ്മൾ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ അംജാദ് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നല്ല സ്റ്റോക്കുകൾ നോക്കിയിട്ട് എടുക്കാനും നിങ്ങളൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ട്രേഡിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യണതിൽ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പഠിക്കണം എന്ന് നമ്മളോട് പറയുന്ന വെച്ചെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കണ ഒരു 10 ആൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാരുണ്ട് വെച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്തോ. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്.